ഈ ക്ഷേത്രത്തിൽ സത്രത്തോടനുബന്ധിച്ച് പ്രഭാഷണ പരമ്പരയിൽ എന്നെയും ഉൾപ്പെടുത്തിയ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ മണ്ണിലിരിക്കുമ്പോൾ വർഷങ്ങളോളം, ഏകദേശം ഒരു 4 നൂറ്റാണ്ടോളം ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് തള്ളി വരുന്നത്. വലിയ തിരുമേനി ഉണ്ടായിരുന്ന അവസരങ്ങളിൽ, എല്ലാ വിശേഷാവസരങ്ങളിലും ഇവിടെ ഓടിയെത്തുന്നതിനും ഇവിടുത്തെ എല്ലാ വിശേഷാവസരങ്ങളിൽ പങ്കെടുക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷവും തുടർച്ചയായി ഇത്രയും വർഷങ്ങൾ മള്ളിയൂരിൻ്റെ മണ്ണിനോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം ആധ്യാത്മിക വേദിയിൽ സദസ്സിൻ്റെ മുൻനിരയിൽ ഇരുന്നു കൊണ്ട് പ്രഭാഷണം കേട്ടാണ് ഇത്തരമൊരു വേദിയിലേക്കുള്ള ഒരു സ്ഥാനക്കയറ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രഭാഷണം കേൾക്കാൻ എത്തിയവർക്കും അകലെ നിന്ന് ഇത് ശ്രവിക്കുന്നവർക്കും എല്ലാം പ്രഭാഷകരെ പോലെയും ഇതൊരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മാധുര്യത്തോടു കൂടിയുള്ള വാക്കുകൾ നിങ്ങൾക്കാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില അറിവുകൾ, ചില നുറുങ്ങുകൾ പങ്ക് വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. മള്ളിയൂർ തിരുമേനിയുമായിട്ടുള്ള ഒരു അടുപ്പം ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വായിച്ചുള്ളൊരു ഓർമ്മയുണ്ടാകും. നേരിട്ട് പങ്കെടുത്തവർ ഒരുപക്ഷെ ഈ വേദിയിലുണ്ടാവുകയില്ല. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി, ഒരു സഭയുടെ മഹാമെത്രാപ്പോലീത്ത, അദ്ദേഹം ഒരിക്കൽ ഈ മള്ളിയൂരിൽ വരികയുണ്ടായി. അദ്ദേഹവും മള്ളിയൂർ തിരുമേനിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പകർത്തി എഴുതുന്നതിനും അത് കാണുന്നതിനും വേണ്ടി ഞങ്ങളിൽ കുറച്ച് പേരും അവിടെ ഉണ്ടായിരുന്നു. പഴയ കെട്ടിടമൊക്കെ നിങ്ങൾക്കറിയാം. വളരെ വിശാലമായ സംഭാഷണമായിരുന്നു. വളരെ സുദൃഢമായ സംഭാഷണമായിരുന്നു. വളരെ അടുത്തു നിന്ന് കേൾക്കുന്നതിനും ഒക്കെയുള്ള അവസരത്തിൽ ക്രിസോസ്റ്റം തിരുമേനി അന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു സംസ്കാരത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. മറ്റൊരിടത്തും, ഒരുപക്ഷെ മാരാമൺ കൺവെൻഷനു ശേഷം ക്രിസോസ്റ്റം തിരുമേനി ആ ഒരു സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് മള്ളിയൂർ തിരുമേനിയുടെ ചെവിയിൽ മാത്രമാണ്. മറ്റൊന്നുമല്ല, ഒരിക്കൽ ക്രിസോസ്റ്റം തിരുമേനിയെ കാണുന്നതിന് വേണ്ടി ഒരു മദാമയും ഒരു സായിപ്പും തിരുവല്ലയിലെത്തുകയുണ്ടായി. തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെ അരമനയിൽ മദാമയും അതോടൊപ്പം തന്നെ സായിപ്പും എത്തി. അവരുടെ ആവശ്യം 40-45 വർഷത്തോളം നീണ്ട അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാലുണ്ടാകുവാൻ അവസരമുണ്ടായിട്ടില്ല. എവിടേക്കോ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും ഫലമുണ്ടായില്ല. അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ പ്രാർത്ഥനയ്ക്കും വേണ്ടിയാണ് വിദേശ ദമ്പതികൾ അവിടെ എത്തിയത്. തുടർന്ന് ക്രിസോസ്റ്റം തിരുമേനി പറയുന്നത്, അവരെ ഉപദേശിച്ച ഉപദേശകൻ അവരോട് പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ, പേര് ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ സ്ഥലത്ത് പോയി അവിടെ പോയി പ്രാർത്ഥിച്ചുകൊള്ളൂ, അവിടെ കുർബാനയിൽ പങ്കെടുത്തുകൊള്ളൂ, നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയായി മാറും എന്ന് പറഞ്ഞു. വിദേശ ദമ്പതികൾ അവർക്ക് കിട്ടിയ ഉപദേശമനുസരിച്ചു തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ പോവുകയും അവിടെ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മെഴുകുതിരി മേടിച്ച് അവിടെ കൊളുത്തി വയ്ക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, പ്രാർത്ഥനയോടുകൂടി മുഴുകിയിരിക്കുന്ന അവസരത്തിൽ ഈ മെഴുകുതിരി ഉരുകി പോകുന്നത് പോലെ
ഇവരുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയും എന്നുള്ള അർത്ഥത്തിൽ അവർ കുർബാനയിൽ പങ്കെടുത്ത് മുഴുകിയിരിക്കുന്ന അവസരത്തിൽ മെഴുകുതിരി ഉരുകി ഉരുകി പകുതി വരെ എത്തിക്കഴിഞ്ഞപ്പോൾ മദാമ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പുണ്യസങ്കേതമാണ്. 45 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു കുടുംബമാണ്, വിദേശ കുടുംബമാണ്. ഉടൻ തന്നെ കപ്പിയാരും മാർപ്പാപ്പയും അവർ നിർദ്ദേശിക്കുന്ന സംഘങ്ങളും എല്ലാം കൂടി ഓടിയെത്തി. പുണ്യസങ്കേതത്തിലാണ് മരണം നടന്നിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ പുണ്യസങ്കേതത്തിൽ മരണം നടന്നു കഴിഞ്ഞാൽ ശവസംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് തന്നെ നടത്തണം എന്നവർക്കൊരു രീതിയുണ്ട്. സായിപ്പിനോട് പറഞ്ഞു, മദാമയുടെ ശരീരം ഇവിടെ തന്നെ അടക്കം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഞാൻ നടത്തുകയാണ്, അങ്ങ് സമ്മതിക്കണം. സായിപ്പ് 1-2 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം തുറന്നു പറഞ്ഞു, ഈ മദാമയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിന് എനിക്ക് സമ്മതമല്ല. ഉടൻ തന്നെ എല്ലാവരും വിഷമത്തിലായി. കപ്പിയാരും ബിഷപ്പുമാരും മെത്രാമാരും എല്ലാം ഓടി വന്ന് ഒന്നുകൂടി ഒന്ന് ഉപദേശിച്ചു. സായിപ്പ് കേട്ടില്ല. മൃതദേഹം ഈ മണിക്കൂറുകൾ കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും. ഉടൻ തന്നെ കപ്പിയാരോട് പറഞ്ഞു, നീ ഒന്ന് ഉപദേശിച്ച് നോക്ക് എന്ന്. അവസാനം കപ്പിയാർ വന്നിട്ട് സായിപ്പിനോട് പറയുകയാണ്, സായിപ്പേ, ഇവിടെ നിന്നൊരു ഡെഡ് ബോഡി വിമാനത്തിൽ നിങ്ങളുടെ വിദേശ രാഷ്ട്രത്തിൽ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ചെലവ് നിങ്ങൾക്കറിയുമോ? ഈ സായിപ്പ് ഈ ജീവിതത്തിലുടനീളം സമ്പാദിച്ചതിൻ്റെ ഒരു 90% അതിന് ചെലവഴിക്കെങ്കിൽ മാത്രമേ ഈ ഡെഡ് ബോഡി അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സാധാരണയുള്ള യാത്രാ വിമാനത്തിൽ അവർ ഇത് കയറ്റുകയില്ല. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ എല്ലാം ഈ കപ്പിയാർ സായിപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം സായിപ്പ് പറഞ്ഞു, ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് സമ്മതിക്കുകയില്ല, എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. വീണ്ടും ചോദിച്ചു, 45 വർഷം നിങ്ങളോടൊത്ത് ജീവിച്ചിട്ട് ക്രൂരത മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ഒരു മദാമ്മ, കുടുംബത്തിന് നേട്ടം എന്ന് പറയത്തക്ക രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. ക്രൂരമായ 45 വർഷങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങളിതിനെ നിർബന്ധം പിടിക്കുന്നത്? കപ്പ്യാർ പറഞ്ഞു, ഈ 2-3 മണിക്കൂറായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഇനിയെങ്കിലും ഇതിൻ്റെ രഹസ്യം നിങ്ങളൊന്ന് വെളിപ്പെടുത്തൂ. സായിപ്പ് പറഞ്ഞു, കപ്പ്യാരുമായി ഇത്രയധികം അടുപ്പമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ രഹസ്യം വെളിപ്പെടുത്താം. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് 2000 ആണ്ട് മുമ്പ് ഒരു മൃതദേഹം ഇവിടെ അടക്കം ചെയ്തു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടിട്ടുണ്ട്. ഇത്രയധികം ദ്രോഹിച്ച എൻ്റെ പാതിയെ ആ ഒരു സംസ്കാരത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റാലോ എന്ന പേടി കൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു വെച്ച സംസ്കാരത്തിലേക്കാണോ, നമ്മുടെ ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിലേക്കാണോ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അന്ന് മല്ലൂരിൻ്റെ മണ്ണിൽ അദ്ദേഹം വിത്തെറിഞ്ഞിട്ട് പോയത്. ഇതിനുശേഷം സമകാലിക വിഷയങ്ങളിലേക്ക് വന്നാൽ, എന്തുകൊണ്ടാണ് ഇത്തരം ആർഷഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞ് വിളമ്പുമ്പോൾ വളരെ ചെറിയൊരു ഉദാഹരണം കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് ഈ സംസ്കാരം കൊണ്ടുണ്ടാകുന്നത്? ചന്ദ്രവന നമ്പൂതിരിയെ പോലെയുള്ള ആചാര്യന്മാർ ഇവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം, അദ്ദേഹത്തിൻ്റെ ആ വെളുത്ത ശരീരം മുഴുവൻ, ആ വെളുപ്പ് മുഴുവൻ വിനയമാണ്. ഇതുപോലെ വിനയമുള്ള, അഹങ്കാരമില്ലാത്ത ആചാര്യന്മാരെ സൃഷ്ടിക്കുന്നതാണ് ആർഷഭാരത സംസ്കാരം. ചെറിയൊരു ഉദാഹരണം, ഇത്തരത്തിൽ ആചാര്യന്മാരിൽ ഒരാൾ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ആചാര്യനാണ്, പേര് ഞാൻ പറയുന്നില്ല. ഈ ആചാര്യന്മാരിൽ ഒരാൾ ഏറെക്കാലം തമിഴ്നാട്ടിൽ ഒരു ആശ്രമത്തിൽ പോയി താമസിക്കുന്ന അവസ്ഥ വന്നു.
ആശ്രമമെല്ലാം ഗംഭീരമായി നോക്കുകയും അവിടുത്തെ രീതികൾ നോക്കിക്കണ്ട് നടത്തി വരുന്ന അവസരത്തിൽ ഒരു സുപ്രഭാതത്തിൽ ആചാര്യൻ എഴുന്നേറ്റ് ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കഴുത ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, 25 വർഷം മുമ്പ് വരെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കഴുതയാണ് കൊണ്ടുവന്നിരുന്നത്. ചുമട് എടുക്കുന്നതിന്, നെയ്യ് കൊണ്ടുപോകുന്നതിന്, നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നതിന് വർഷങ്ങളായി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കഴുതകളെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കുറച്ച് വർഷക്കാലം 25 വർഷം മുമ്പ് അവിടെ ഒരു കമ്മീഷണറായി നിയമിതനായിരുന്നു. അപ്പോൾ ഒരു ശബരിമല മണ്ഡല കാലയളവിന് ശേഷം അദ്ദേഹം ശബരിമല മുഴുവൻ ഒന്ന് സന്ദർശിച്ച അവസരത്തിൽ 1-2 കഴുതകൾ അവിടെ ചത്ത് കിടക്കുന്നു. ആരും നോക്കുന്നില്ല, ചീഞ്ഞളിഞ്ഞ് മാറിയിരിക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു. ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹമാണ് ഇനിയും മേലിൽ തമിഴ്നാട്ടിൽ നിന്നും കഴുതകളെ ഇവിടേക്ക് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരരുത് എന്ന് സർക്കാർ ഉത്തരവോടുകൂടി അത് നിരോധിച്ചത്. പക്ഷേ അതിനുശേഷവും നമ്മൾ നിരന്തരം കാണുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഒട്ടേറെ കഴുതകൾ ഇപ്പോഴും അവിടെ വിലസുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മണ്ഡലകാലത്ത്, കഴിഞ്ഞ മണ്ഡലകാലത്ത് മുഴുവൻ ഒരു ഭക്തജനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തി മണ്ഡലകാലം ശേഷിച്ചു. ഈ മണ്ഡലകാലത്ത് എന്ത് സംഭവിച്ചു? ഭക്തജനങ്ങൾ ഒരാശങ്കയുമില്ലാതെ തൊഴാൻ പറ്റി. അന്ന് അതിന് നേതൃത്വം കൊടുത്തവർ ഇന്ന് ഒരു മണ്ഡലകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ എവിടെയാണെന്ന് ഞാൻ പറയേണ്ട അവസ്ഥയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആചാര്യൻ ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു കഴുത അവിടെ ചത്തു കിടക്കുന്നു. സ്വാഭാവികമായിട്ടും കടുത്തുരുത്തിയായാലും കോട്ടയമായാലും ഇത്തരമൊരു സംഭവം പെട്ടെന്നുണ്ടാകുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനെയാണ് ആശ്രയിക്കുക. ആചാര്യൻ ഉടൻ ഫോണെടുത്തു, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. തമിഴ്നാട്ടിലാണ് സംഭവം. തമിഴ്നാടായാലും കേരളമായാലും ഈ പോലീസുകാർക്കൊരു ഭാഷയുണ്ട്. തുടരും സിനിമയിലെ ജോർജ് സാറിനേക്കാൾ വില്ലനായ ഏതോ ഒരു പോലീസുകാരനാണ് അന്ന് ഫോൺ എടുത്തത്. ഈ ആചാര്യൻ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഇന്ന ആശ്രമത്തിൽ നിന്നാണ്, അപ്രതീക്ഷിതമായി ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഫോൺ വെക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഫോൺ എടുത്ത ജോർജ് സാർ പറഞ്ഞത്, ശവമടക്കും സംസ്കാര ചടങ്ങുമെല്ലാം പള്ളിയിലെ അച്ഛന്മാരുടെയും നിങ്ങളെ സന്യാസിമാരുടെയും പണിയാണ്, അത് പോലീസിൻ്റെ പണിയല്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആണ് ഇത്തരമൊരു മറുപടി കേട്ടതെങ്കിൽ എന്തായിരിക്കും മറുപടി? ക്ഷോഭിക്കും. പക്ഷേ ഈ ആചാര്യൻ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, ശവമടക്കും സംസ്കാര ചടങ്ങുകളുമെല്ലാം അച്ഛന്മാരുടെയും പള്ളിയിലച്ഛന്മാരുടെയും സന്യാസ ശ്രേഷ്ഠന്മാരുടെയൊക്കെ കർത്തവ്യത്തിലാണ്, കാർമ്മികത്വത്തിലാണ് അന്ന് പറയുകയുണ്ടായല്ലോ. അത് ശരിയാണ്. ഈ ചത്തുകിടക്കുന്ന കഴുതയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആചാര്യ മര്യാദ അനുസരിച്ച്, ആശ്രമത്തിൻ്റെ നിയമം അനുസരിച്ച് ചത്തുകിടക്കുന്ന ആരായാലും അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ വിവരമറിയിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിവരം അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, പുരാണങ്ങളായാലും ഇതിഹാസങ്ങളായാലും നിത്യേന വായിച്ചാൽ, നാമജപ ഘോഷയാത്ര, നാമം ജപിച്ചാൽ എന്താണ് പ്രയോജനം? അടിസ്ഥാനപരമായ പ്രയോജനം എന്ന് പറയുന്നത് മനുഷ്യനായി ജീവിക്കുക, അഹങ്കാരമില്ലാതെ ജീവിക്കുക, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കുക. ബേസിക്കായ ഇത്തരം വിവരങ്ങൾ മാത്രമാണ്. ശബരിമല സ്ത്രീപ്രവേശന സംഭവം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം സാംസ്കാരിക നായകന്മാർ ഉയർത്തെഴുന്നേറ്റ ഒരു വർഷമാണ്. യൂട്യൂബുകളിലും അതുപോലെ തന്നെ ചാനലുകളിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശബരിമല സംഭവം ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം സാംസ്കാരിക നായകന്മാർ നമ്മുടെയൊക്കെ കവലകളിൽ വന്ന് പ്രസംഗിച്ചത് എന്താ? ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്, വിഷയത്തിൽ നിന്ന് മാറുകയല്ല. ആചാരവും മൂല്യവും, ആചാരാനുഷ്ഠാനവും മൂല്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്.
അവർ പറഞ്ഞു ആചാരം വേറെ, അനുഷ്ഠാനം വേറെ, മൂല്യങ്ങൾ വേറെ. അവർ പ്രചരിപ്പിച്ചു മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം, ആചാരങ്ങൾക്കല്ല. ഇവിടെ ഏറ്റവും അടുത്തൊരു പ്രദേശമാണല്ലോ ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു SP ആശാൻ, SP പിള്ള. ഒരുപക്ഷെ നിങ്ങളിൽ മുതിർന്നവർക്കൊക്കെ നേരിട്ട് പരിചയമുണ്ടായിരിക്കും. SP പിള്ള ആശാൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു നാമജപ ഘോഷയാത്ര നടന്നത്, വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ട്. പഴയ തലമുറകൾക്ക് അതൊക്കെ അറിയാം. അതിലേക്കല്ല ഞാൻ വരുന്നത്. ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചു ആചാരമല്ല മൂല്യങ്ങളാണ് പ്രാധാന്യം, അതുകൊണ്ട് മൂല്യത്തെക്കുറിച്ച് സംസാരിക്കണം. ഇത്തരം സാംസ്കാരിക നായകരോട് നമുക്കുള്ള മറുപടി SP ആശാനും അടൂർ പാസിയും പങ്കെടുത്ത ഒരു ഷൂട്ടിങ്. ഈ ഒരു നുറുങ്ങുകൂടി പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിന് അടുത്ത്, മഹാദേവ ക്ഷേത്രത്തിന് സമീപം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു. SP ആശാനും അതുപോലെ തന്നെ അടൂർ പാസിയുമായിരുന്നു പ്രധാന വേഷം. ആ സിനിമ റിലീസായില്ല. ഒരു ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഉച്ചയൂണിന് SP ആശാൻ്റെ വീട്ടിലെല്ലാവരും കൂടിയ അവസരത്തിൽ ഭക്ഷണത്തിന് ശേഷം കുറേ ഫ്രൂട്ട്സ് കൊണ്ടു കൊടുത്തു. ആപ്പിളാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ അടൂർ പാസി കസേരയിലിരുന്ന് ലാവിഷായി ഭക്ഷണത്തിന് ശേഷം ആപ്പിൾ ചെത്തി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടൂർ പാസി അങ്ങോട്ട് ഓടി ചെല്ലുന്നു. അപ്പോൾ ഇത് കണ്ട ഉടനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശാനെ എന്നാണ് വിളിക്കുന്നത്. SP ആശാൻ പറഞ്ഞു, ആശാനെ എന്താണ്? ആപ്പിളിൻ്റെ തൊലി കളയരുത്, തൊലിയിലാണ് മൂല്യമുള്ളത്. അടൂർ പാസി പറഞ്ഞു, അത് ഓർത്തില്ല, നാളെ മുതൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു. ഉച്ചയൂണിന് എല്ലാവരും കൂടി വന്നിരുന്നു. ഊണിന് ശേഷം ഫ്രൂട്ട്സ് കൊടുത്തു. ഫ്രൂട്ട്സ് കൊടുത്തപ്പോൾ അടൂർ പാസി ഇന്നലെ SP ആശാൻ പറഞ്ഞ കാര്യം ഓർത്തു. തൊലിയിലാണ് മൂല്യമുള്ളത്. ശരി എന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർമാരെല്ലാം കൂടെ അടൂർ പാസിക്ക് കഴിക്കാൻ കൊണ്ട് കൊടുത്തത് ഓറഞ്ചാണ്. ഉടൻ തന്നെ SP ആശാനെ അടൂർ പാസി വിളിച്ചു. ആശാനെ ഇവിടെ വരെ വരൂ. എന്താണ്? ആശാൻ പറഞ്ഞില്ലേ തൊലിയിലാണ് മൂല്യമെന്ന്, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഇതിലെ മൂല്യമെല്ലാം SP ആശാൻ അങ്ങ് എടുത്തോളൂ, ബാക്കിയുള്ളത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ കവലകൾ തോറും മൂല്യമാണ് വേണ്ടിയതെന്നും ആചാരമല്ല വേണ്ടിയതെന്നും അനുഷ്ഠാനമല്ല വേണ്ടിയതെന്നും പറഞ്ഞ് നടന്നവരോട് മൂല്യങ്ങൾ നിങ്ങൾ എടുത്തോളൂ, ആചാരവും അനുഷ്ഠാനവുമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു മറുപടിയാണ് അവർക്ക് പറയാനുള്ളത്. സമകാല രാഷ്ട്രീയത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ നടന്നു വരുന്നുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. വിഷയം, എനിക്ക് തന്നിരുന്ന വിഷയം ബലവാന് മാത്രമേ ധർമ്മം നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നിന്ന് മള്ളിയൂർ നേരത്തെ ചന്ദ്രമേനോൻ നമ്പൂരി അവർ പറഞ്ഞതുപോലെ മള്ളിയൂരിലെ ഏതംഗം എപ്പം വിളിച്ചാലും ഫോൺ എടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ദൗത്യമാണ്. ഇപ്പോൾ ഫോൺ എടുക്കുന്നതിന് മുമ്പ്, ഒരു കോൾ വിളിക്കുമ്പോൾ തന്നെ കോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ പറയും സൈബർ ആക്രമികളോ സൈബർ കുറ്റവാളികളോ ആയിരിക്കും ഫോൺ എടുക്കുന്നത്, ദയവായി പരിചയമില്ലാത്ത നമ്പറുകൾ ക്ലിക്ക് ചെയ്യരുത് എന്നൊക്കെ ഫോൺ സന്ദേശങ്ങൾ വരുമെങ്കിലും മള്ളിയൂരിലെ ഫോൺ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മളെപ്പോലുള്ളവർ ഈ സമയത്തായാലും ഫോൺ എടുക്കുക പതിവാണ്. അപ്രതീക്ഷിതമായാണ് എന്നെ ഈ പ്രഭാഷണത്തിലേക്ക് വിളിക്കുന്നത്. പേര് വെക്കുകയാണ്, വരണം, വിഷയം പിന്നെ പറയാം എന്ന് പറഞ്ഞു. ബലവാന് മാത്രമേ ധർമ്മം രക്ഷിക്കാനാവുകയുള്ളൂ എന്ന വിഷയം അധികരിച്ച് കുറച്ച് സമയം സംസാരിക്കണം എന്ന് പറഞ്ഞു. ഈ വിഷയം കേട്ടപ്പോൾ തന്നെ ഒന്ന് രണ്ട് പേർ എന്നോട് ചോദിച്ചു, അത് ബലവാന് മാത്രമേ ധർമ്മം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ, ബലമില്ലാത്തവനും പറ്റില്ലേ? അവർ ധരിച്ചത് കായികമായ ഒരു ബലമുള്ളവർക്ക് മാത്രമേ ധർമ്മം സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന്, മനോബലമുള്ളവർക്ക് മാത്രമേ ധർമ്മം സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൈമാറുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് പ്രഭാഷണം നടത്തിയ എല്ലാ ആചാര്യന്മാരെയും വണങ്ങിക്കൊണ്ടും സദസ്സിൽ ഉള്ള എല്ലാ മുതിർന്ന അംഗങ്ങളെ വണങ്ങിക്കൊണ്ടും വരാൻ പോകുന്ന ശ്രേഷ്ഠമായ എത്രയോ പ്രഭാഷണങ്ങളുടെ ആചാര്യന്മാരെ വണങ്ങിക്കൊണ്ടും ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
പഞ്ചപാണ്ഡവരുടെ മോക്ഷത്തിലേക്കുള്ള ഒരു യാത്ര, അതിലേക്ക് ഞാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം. കുരുക്ഷേത്ര യുദ്ധം, ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി കുരുക്ഷേത്ര യുദ്ധം എത്രമാത്രമാണ് സ്വാധീനം ചെലുത്തിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മൂത്ത സഹോദരനായ യുധിഷ്ഠിരൻ, അദ്ദേഹത്തിനൊരു റീതിങ്കിങ് വന്നു. യുദ്ധത്തിനു ശേഷം യുദ്ധത്തിലുണ്ടായ ആ കലാപത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ, ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ, സമ്പത്തിൻ്റെ നഷ്ടം, ഇതെല്ലാം മനസ്സിനെ മതിക്കുകയാണ്. 36 വർഷങ്ങൾക്കു ശേഷം പഞ്ചപാണ്ഡവരുടെ ഭരണം അവസാനിപ്പിച്ച് പോകുന്ന സന്ദർഭം യുധിഷ്ഠിരൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇതൊക്കെ അവസാനിപ്പിക്കാറായി, ഭരണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ സമയമായി. യുധിഷ്ഠിരൻ ദ്രൗപദിയെയും സഹോദരങ്ങളെയും ആദ്യം ചർച്ചയ്ക്കായി വിളിക്കുന്നു. പറയുന്നു, കാലം നിയോഗിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മർത്യവേഷത്തിൽ നിന്നും മാറി നമ്മൾ മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനുള്ള സമയമായിട്ടില്ലേ എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂട്ടത്തിൽ ഏറ്റവും ബലവാനായ ഭീമൻ പറയുന്നു, ഞാൻ സന്നദ്ധനാണ്. പ്രത്യേകിച്ച് ഒരു ആലോചനയുമില്ലാതെ സമ്മതം മൂളുകയാണ്. ജീവിതകാലം അത്രയും ഇവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും ഒപ്പം നിന്ന ദ്രൗപദി, എത്രയോ സങ്കീർണമായ വിഷയങ്ങളിൽ ഒപ്പം കൂടി നിന്ന ദ്രൗപദിയും പറഞ്ഞു, ഞാനും ഒപ്പമുണ്ട്. മോക്ഷത്തിന് വേണ്ടിയുള്ള ഈ യാത്രയിൽ അങ്ങയോടൊപ്പം, നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്ത യോദ്ധാവ്, വില്ലാളി വീരൻ, നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്കും അതിന് മാറ്റമില്ല. നകുലൻ, സഹദേവൻ, ജ്യേഷ്ഠന്മാർ തീരുമാനിച്ചാൽ ഞാൻ എന്തിനു മാറി നിൽക്കണം? 100% സമ്മതം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഹസ്തനപുരിയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടുന്നു. അപാരവൃദ്ധ ജനങ്ങളും നിറഞ്ഞൊരു കടൽ പോലെയായി ഹസ്തനപുരി. യുധിഷ്ഠിരൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ മോക്ഷത്തിലേക്കുള്ള യാത്രയിലേക്ക് പുറപ്പെടുകയാണ്. ഇനി മുതൽ അഭിമന്യുവിൻ്റെ പുത്രൻ നിങ്ങളെ ഭരിക്കും. യുവരാജാവായി പരീക്ഷത്തിനെ പട്ടാഭിഷേകം നടത്താൻ പോവുകയാണ്. ഹസ്തിനപുരിയിലെ മുഴുവൻ ജനങ്ങളും വാവിട്ട് നിലവിളിച്ചു, പറഞ്ഞു, പോകരുത്, അങ്ങ് പോകരുത്, അങ്ങും പഞ്ചപാണ്ഡവർ ആരും തന്നെ ഇവിടം വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് തേങ്ങലോടെ നിൽക്കുന്ന രംഗമാണ്. യുധിഷ്ഠിരൻ്റെ തീരുമാനം കർക്കശമായിരുന്നു. അണ്ണും വിട്ട വ്യതിചലിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. യുവരാജാവായി അദ്ദേഹത്തെ വാഴിച്ച് ചടങ്ങ് കഴിഞ്ഞു. ചടങ്ങിന് ശേഷം ഒരു നിമിഷം പോലും നിൽക്കാതെ പഞ്ചപാണ്ഡവർ യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിൽ നടന്ന് പോവുകയാണ്. അവിടെ ഓരോ കാലടികളും അകന്നകന്ന് പോകും തോറും ഹസ്തിനപുരിയുടെ തേങ്ങൽ മാറിക്കൊണ്ടേയിരുന്നു. ആ ഒരു രംഗത്ത് നിന്നും യുധിഷ്ഠിരൻ ഈ മുഴുവൻ പേരെയും നയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ കടലുകൾ താണ്ടി പുഴകൾ താണ്ടി ഇങ്ങനെ പോവുകയാണ്. പോകുന്ന അവസരത്തിൽ ലവണസാഗരത്തിൽ എത്തുന്നുണ്ട്. ലവണസാഗരത്തിൻ്റെ തീരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കടലിൽ നിന്നും ഒരു അഗ്നിഗോളം ഉയർന്നു വരുന്നു. എല്ലാവരും നിശ്ചലമായി അവിടെ നിന്നു. അർജുന എന്നൊരു വിളി കേൾക്കുകയാണ്. കൂട്ടത്തിൽ മൂന്നാമനാണ് അർജുനൻ. വില്ലാളി വീരനാണ്. സദാസമയവും ഗാന്ധീവവും ആവനാഴിയും ഒപ്പമുള്ള, ആർക്കും തോൽപ്പിക്കാനാവാത്ത വീര്യമുള്ള വീരാളി അർജുനൻ. അർജുന എന്ന് വിളി. കടലിൽ നിന്നും ഒരു തീഗോളം വരുന്നു. എല്ലാവരും നിന്നു. പ്രണമിച്ച് നമസ്കരിച്ചു നോക്കിയപ്പോൾ അഗ്നിദേവനാണ് നിൽക്കുന്നത്. അഗ്നിദേവൻ്റെ സംഭാഷണം അർജുനനോടാണ്. അർജുന, നിന്റെ യാത്രയിൽ ഗാന്ധീവത്തിൻ്റെ ആവശ്യമില്ല. ഗാന്ധീവവും ആവനാഴിയും എന്തിനാണ് നീ ഇപ്പോഴും ഒപ്പം കൊണ്ട് നടക്കുന്നത്? ശ്വാസോച്ഛ്വാസം പോലെ
പൂണൂലിൻ്റെ കരുത്ത് പോലെ അർജുനൻ്റെ ശരീരത്തിൽ എപ്പോഴും ഗാന്ധീവവും ആവനാഴിയും ഉണ്ടാകും. ഈ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ഗാന്ധീവം തിരിച്ചു തരൂ. ശ്രീകൃഷ്ണനോടൊപ്പവും അല്ലാതെയും യുദ്ധം ജയിക്കുന്നതിനും കാടുകൾ ചുട്ടിരിക്കുന്നതിനുമെല്ലാം ഞാൻ നിനക്ക് സഹായമായി തന്നതാണ് ഈ ഗാന്ധീവം. ഈ ഗാന്ധീവത്തിൻ്റെ കരുത്ത് ഇനിയും നിനക്ക് ആവശ്യമില്ല, മടക്കിത്തരൂ എന്ന് അഗ്നിദേവൻ ആവശ്യപ്പെട്ടു. അർജുനൻ ഒന്ന് പരിങ്ങി, ഒന്ന് ചിന്തിച്ചു. അവസാനം പറഞ്ഞു, എൻ്റെ ജീവിത വിജയത്തിന് മുഴുവൻ കാരണമായ ഈ ഗാന്ധീവം ഞാൻ ഇന്നേ വരെ ഉപേക്ഷിച്ചിട്ടില്ല. എന്നോടൊപ്പം, എൻ്റെ ശരീരത്തോടൊപ്പം ചേർന്ന് നിർത്തിയിട്ടേ ഉള്ളൂ. എൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ അഗ്നിദേവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞതുകൊണ്ട് ഞാനത് മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിത വിജയത്തിന് ഏറ്റവും കാരണമായ ഈ ഗാന്ധീവം ഞാൻ ഉപേക്ഷിക്കുന്നു. അഗ്നിദേവൻ ഇത് സമർപ്പിക്കുകയാണ്. ഗാന്ധീവം അഗ്നിദേവൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഒരു സ്വർഗീയമായ ഒരു വലിയ പ്രഭാവലയം അവിടെ ഉണ്ടായി. അഗ്നിദേവൻ അനുഗ്രഹിച്ചു, അർജുന, ഇനിയുമുള്ള നിൻ്റെ യാത്രയിൽ, ഇനിയും നിൻ്റെയുള്ള പോരാട്ടത്തിലും നിനക്ക് യശസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നീ എവിടേക്ക് ലക്ഷ്യം പിടിച്ച് പ്രാപിക്കുന്നുവോ അതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അവസാന നിമിഷം വരെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അയക്കുകയാണ്. കടൽ തീരം വിട്ടു വീണ്ടും ഇവർ യാത്രയാവുകയാണ്. യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി വരെയുള്ള ആ യാത്രാ പരമ്പരയിൽ ഹസ്തിനപുരയിൽ അവർ ഉപേക്ഷിച്ചത് ഒരു സംസ്കാരമാണ്, പടുത്തുയർത്തിയ ഒരു യശസ്സാണ്, ഒരു ധർമ്മമാണ്, ആചാരങ്ങളാണ്. അത് നേരിട്ട് അനുഭവിച്ചവർ പിന്തുടർന്നില്ലെങ്കിലും ഇവരുടെ മഹത്വം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇവരോടൊപ്പം വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരു നായ. നായ ഇവരെ അനുഗമിച്ചിരുന്നു എല്ലാ വേളയിലും. അങ്ങനെ നായും ഈ പഞ്ചപാണ്ഡവരും കൂടി കടൽത്തിരകൾ കടന്ന്, മണലാരണ്യങ്ങൾ കടന്ന്, കാടുകൾ കടന്ന് യാത്രയാവുകയാണ്. പടിഞ്ഞാറ് നിന്നും വടക്കേക്ക്, വടക്കോട്ട് ഹിമവാനെ നോക്കി ലക്ഷ്യമാക്കി ഹിമവാന്റെ സന്നിധിയിലേക്കാണ് യാത്ര. ഏകദേശം വീണ്ടും യാത്രകൾ തുടർന്ന അവസരത്തിൽ ഹിമവാൻ മലയിൽ നിന്നും രൂക്ഷമായ കാറ്റ്, പൊടിപടലങ്ങളുടെ ചീറുപാച്ചിലുകൾ, തണുത്ത് വിറയ്ക്കുന്ന തരത്തിലുള്ള പൊടി, ഇതെല്ലാം കൂടി ഈ യാത്രാസംഘത്തിന് രൂക്ഷമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കുന്നേയില്ല, നടക്കുകയാണ്. ഇവരോടൊപ്പം ഏറ്റവും അവസാനം പിന്തുടരുന്നിരുന്ന ദ്രൗപദിയുടെ കാലുകൾ വിറച്ചു തുടങ്ങി. ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ നിൽക്കുന്നു. അവസാനം കുഴഞ്ഞ് നിലത്തി വീഴുകയാണ്. ഇത് ഭീമൻ നേരിട്ട് കാണുന്നു. ഭീമൻ ഓടി വരികയാണ്. ദ്രൗപദി വീണിരിക്കുന്നു. നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നിരുന്ന ദ്രൗപദി, നമ്മുടെ എല്ലാ ബലഹീനതകൾക്കും മാറ്റി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം നിന്നിരുന്ന ദ്രൗപദി, ചേട്ടാ എന്തുകൊണ്ട്? ഭീമൻ ചോദിക്കുകയാണ്, യുധിഷ്ഠിര എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ദ്രൗപദി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭീമൻ്റെ തോൾ ദുഃഖഭാരം കൊണ്ട് ആദ്യമായി കുനിയുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, അനുജ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എല്ലാ ദുഃഖങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുകയും നമ്മളെ ശ്രേഷ്ഠരാക്കാൻ വേണ്ടി യത്നിക്കുകയും ചെയ്ത ദ്രൗപദിയാണ്, നമുക്കതറിയാം. പക്ഷേ ആ ഇഷ്ടങ്ങൾക്കുള്ളിലും അർജുനനോടൊരു ഇഷ്ടം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ആ ഇഷ്ടം ലോകത്തിനോടുള്ള ഒരു ബന്ധമായി മാറി. ഈ മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ ഒരു ബന്ധനങ്ങളും പാടില്ല. ആ ഇഷ്ടം ലോകത്തിൻ്റെ ബന്ധനമായി മാറി. അതുകൊണ്ടാണ് ദ്രൗപദി ഇവിടെ വീണത് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ നടക്കുകയാണ്. യുധിഷ്ഠിരൻ നേരെ നടന്നു, തിരിഞ്ഞു നോക്കിയില്ല. ബാക്കിയുള്ളവരും പിന്നാലെ പോവുകയാണ്. കാറ്റും പൊടിപടലങ്ങളും മണലാരണ്യത്തിനേക്കാൾ രൂക്ഷമായ അടിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും അടികൾ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവശേഷിക്കുന്നത് സഹദേവനാണ്. സഹദേവൻ്റെ കാലുകൾ ഇളകിത്തുടങ്ങി. കാലുകൾ നിശ്ചലമാകുന്നു. വെള്ളം കുടിക്കാൻ തോന്നുന്നു, വിയർക്കുന്നു.
ഒരടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഭീമൻ കാണുന്നു, ജ്യേഷ്ഠ, ദേ നമ്മളോടൊപ്പമുള്ള സഹദേവനും. പറഞ്ഞു തീരും മുമ്പ് സഹദേവനും അവിടെ കുഴഞ്ഞു വീഴുകയാണ്. ഭീമൻ ചോദിക്കുന്നു, യുധിഷ്ഠിര, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനും സൗമ്യനുമായിരുന്ന ഈ സഹദേവൻ എന്തുപറ്റി? ധർമ്മം ഉയർത്തിപ്പിടിച്ച നമ്മളോടൊപ്പം നിന്നിരുന്ന സഹദേവനല്ലേ, ഇതാ നമ്മളോടൊപ്പം വരാൻ കഴിയുന്നില്ല, ഇവിടെ തളർന്നു നിൽക്കുന്നു, തളർന്നു വീഴുന്നു. എന്താണിങ്ങനെ? യുധിഷ്ഠിരൻ പറഞ്ഞു, ശരിയാണ്, നമ്മളെക്കാൾ ഒക്കെ ബുദ്ധിയുള്ള, ധർമ്മം അനുഷ്ഠിക്കുന്നതിനും ഒക്കെ മുൻനിരയിൽ നിന്നിരുന്ന സഹദേവൻ, പക്ഷേ അവന് ബുദ്ധി കൂടുതലാണ് എന്നുള്ളൊരു അഹങ്കാരം മനസ്സിൻ്റെ എവിടെയോ ഉണ്ടായിരുന്നു. ആരോടും അത് തുറന്നു പറഞ്ഞിരുന്നില്ല, തുറന്ന് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ മനസ്സിൻ്റെ കോണിലെവിടെയോ അവൻ അങ്ങനെ ഒരു അഹങ്കാരമുണ്ടായിരുന്നു. അങ്ങനെ അഹങ്കാരമുണ്ടെങ്കിൽ അത് ഈ ലോകവുമായി ബന്ധപ്പെടുത്തും. മോക്ഷയാത്രയിലേക്കുള്ള യാത്രയിൽ ഒരു ബന്ധനങ്ങളും പാടില്ല. അങ്ങനെയുള്ള ചെറിയൊരു അഹങ്കാരത്തിൻ്റെ ബന്ധനം ലോകത്തോടുള്ളത് കൊണ്ടാണ് സഹദേവൻ വീണത് എന്ന് പറഞ്ഞു. മറുപടി പറയുന്നതിന് വേണ്ടി മാത്രം പുറംതിരിഞ്ഞ് നിന്ന യുധിഷ്ഠിരൻ വീണ്ടും കാലടികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പിന്നീടുള്ളത് നകുലനാണ്. ഇവരോടൊപ്പം നകുലൻ നടക്കുന്നുണ്ട്. ഏതാനും വാരകൾ കൂടി പോയി. രൂക്ഷമായ കാറ്റ് പഴയതേലും ശക്തമായി. മണരാജനത്തിൽ നിന്നും ഹിമവാൻ ഭാഗത്തു നിന്നും മഞ്ഞുതുള്ളികൾ, മഞ്ഞുകട്ടകൾ ഇവർക്ക് നേരെ വരികയാണ്. നകുലൻ കാലുകൾ കുഴയുന്നു, ഒരറ്റി നടക്കാൻ പറ്റുന്നില്ല. ഭീമനാണ് ഇതെല്ലാം ആദ്യം കാണുന്നത്. എന്തേ നകുലനും? ഭീമൻ ആകാംക്ഷയായി, ആശങ്കയായി. ദ്രൗപദി പോയി, സഹദേവൻ തൊട്ടു മുമ്പ് പോയി, ഇതാ നകുലനും. എവിടേക്കാണ് നമ്മളുടെ യാത്ര? ഇത് എവിടെ കൊണ്ട് ചെന്നെത്തും? ജ്യേഷ്ഠ തിരിഞ്ഞു, കാണുന്നില്ലേ, നമ്മളിൽ ഏറ്റവും കൂടുതൽ ആകാരം കൊണ്ടും ശരീരം കൊണ്ടും ഏറ്റവും സുന്ദരനായ, എല്ലാ ആൾക്കാരും വാഴ്ത്തുന്ന നകുലൻ എന്തേ? യുധിഷ്ഠിരൻ പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ആകാരം കൊണ്ടും വടിവ് കൊണ്ടും ഏറ്റവും യോഗ്യൻ, നമ്മളിൽ ഏറ്റവും യോഗ്യൻ നകുലൻ തന്നെയായിരുന്നു. പക്ഷേ നകുലന് കിട്ടിയത് അതൊരു സമ്മാനമായിരുന്നു. അവൻ്റെ ശരീരപടിവിലും അവൻ്റെ ശരീര സൗന്ദര്യത്തിലും അവനൊരു അഹങ്കാരമുണ്ടായിരുന്നു. അഹങ്കാരം ലോകത്തുമായി ബന്ധപ്പെടുത്തി അത്തരത്തിലുള്ളൊരു അഹങ്കാരം സാധ്യമല്ല. അതുകൊണ്ടാണ് നകുലൻ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു. വീണ്ടും നടക്കുകയാണ്. അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ്റെ ഒപ്പം നടക്കുന്നതിന് വേണ്ടി അർജുനനും ഭീമനും കൂടി മത്സരിക്കുകയാണ്. വില്ലാളി വീരനാണ് അർജുനൻ. തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ല. വില്ലാളി വീരനാൽ വാഴ്ത്തപ്പെടുന്ന അർജുനൻ അവരോടൊപ്പം എത്തുന്നതിന് വേണ്ടി മത്സരിച്ചു പോകുന്നു. അർജുനൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നിമിഷം തളർച്ച അനുഭവപ്പെടുന്നു. കാലുകൾ മുന്നോട്ട് വെക്കാനാകുന്നില്ല. അവിടെ കുഴഞ്ഞു വീഴുന്നതിന് വേണ്ടി ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠ, അർജുനനും എന്തേ? ശ്രീകൃഷ്ണൻ കണ്ടെത്തിയ പ്രതിഭ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ കണ്ടെടുത്ത യോദ്ധാവ് എന്തേ? ശരിയാണ്, യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു. പറഞ്ഞത് ശരിയാണ്. അർജുനൻ വില്ലാളി വീരന്മാരിൽ വീരനാണ്. ഗാന്ധീവത്തിൻ്റെ പ്രയോഗമൊക്കെ നമുക്കറിയാം. പക്ഷേ വില്ലാളി വീരനാണെന്നുള്ളൊരു അഹങ്കാരം അവനിലുണ്ടായിരുന്നു. നീ ഓർക്കുന്നില്ലേ? യുദ്ധസമയത്ത് എൻ്റെ ശത്രുക്കളെ മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഞാൻ കൊന്നൊടുക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ സഫലമാക്കാൻ അവന് കഴിഞ്ഞില്ല. എന്നിട്ടോ ആ പ്രതിജ്ഞാ ലംഘനമുണ്ടായതുകൊണ്ട് ലോകവുമായി ഒരു ബന്ധനമുണ്ടായി. അവൻ്റെ ആത്മാവ് ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധനമുള്ളതുകൊണ്ടാണ് അർജുനന് ഇവിടെ നടക്കാൻ കഴിയാതെ വന്നത് എന്ന് പറഞ്ഞു. ദ്രൗപദി, സഹദേവൻ, നകുലൻ, അർജുനൻ പിന്നിലേക്ക് നോക്കുന്തോറും ഹൃദയം ഇടിക്കുകയാണ്. യുധിഷ്ഠിരൻ ഒരിഞ്ച് പോലും പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നു. ഭീമന് പിന്തുടരാതെ ഒരു നിവൃത്തിയുമില്ല. മുന്നോട്ട് പോവുക. ഏകദേശം കുറച്ചടി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശക്തരിൽ ശക്തനായ ഭീമൻ തോളുകൾ കുഴയുന്നു. കാലുകൾ മുന്നോട്ട് ഒരടി പോലും വെക്കാനാവാതെ അവിടെ കുഴഞ്ഞു വീഴുന്നു. ജ്യേഷ്ഠ എന്ന് വിളി മാത്രം. യുധിഷ്ഠിരൻ ഒന്ന് തിരിഞ്ഞു നിന്നു.
ശരിയാണ്, ബലവാന്മാരിൽ ഏറ്റവും ബലവാനനായിരുന്നു. പക്ഷേ തൻ്റെ ബലം ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തിയായി മാറി. എപ്പോഴും ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി ലോകവുമായി ബന്ധപ്പെടുത്തി. മാത്രമല്ല, താൻ ബലവാനാണെന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരെ പുച്ഛത്തോടു കൂടി നോക്കുന്നതിനും മറ്റുള്ളവരെ അവഗണിക്കുന്നതിനും കാരണമായി ഭീമൻ കൊണ്ടു നടന്നു. അത് ലോകവുമായുള്ള ബന്ധനത്തിന് കാരണമായി. ആ ബന്ധനം ഈ അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ മുന്നോട്ട് നടക്കുകയാണ്. ഒരടി പോലും പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് നടക്കുന്ന അവസരത്തിൽ പിന്നീട് യുധിഷ്ഠിരനോടൊപ്പമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ ആദ്യം നമ്മൾ കേട്ട ആ നായ മാത്രമാണ്. ഈ ദുർഘടം പിടിച്ച വഴികളിൽ മുഴുവൻ ഇവരോടൊപ്പം നടന്ന് ഒപ്പം ഈ നായ കൂടെയുണ്ട്. അവസാനം യുധിഷ്ഠിരനും നായയും നടന്നു പോകുന്ന അവസരത്തിൽ ഒരു സ്വർണ്ണരഥം പ്രത്യക്ഷപ്പെടുകയാണ്. സ്വർണ്ണരഥം പ്രത്യക്ഷപ്പെട്ടു. യുധിഷ്ഠിരനോട് പറഞ്ഞു, ഇവിടെ നിൽക്കൂ. അവിടെ നിന്നു. ഇന്ദ്രൻ സ്വർണ്ണരഥത്തിൽ ഇന്ദ്രനാണ് വന്നത്. പരിചയപ്പെടുത്തി. ഇന്ദ്രൻ പറഞ്ഞു, യുധിഷ്ഠിര, നിങ്ങൾ ഏറ്റവും ഭാഗ്യവാനാണ്. മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. സ്വർണ്ണരഥത്തിൽ കയറൂ, സ്വർഗവാതിലിലേക്ക് നമുക്ക് പോകാം, രഥമോടിച്ചു പോകാം എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പറയുന്നു, ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അങ്ങേക്കറിയാം. ഇന്ന് അവരാരും നമ്മളോടൊപ്പമില്ല. അതുകൊണ്ട് അവർ ഏതൊക്കെ മേഖലയിലാണ് പോയത്, എവിടേക്കാണ് പോയത്, അവിടേക്ക് എന്നെയും കൊണ്ടുപോകണം, അവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം. അതിന് കഴിയുമോ എന്ന് ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, അതിന് സാധ്യമല്ല. കാരണം അവർ ഓരോരോ കർമ്മ മേഖലയിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ വന്നതുകൊണ്ടാണ് വേർപാട് സഹിക്കേണ്ടി വന്നത്. പക്ഷെ നീ അങ്ങനെയല്ല, ഏറ്റവും ശക്തിമാനാണ്. അതുകൊണ്ട് സ്വർണ്ണരഥത്തിലേക്ക് കയറൂ, നമുക്ക് സ്വർഗവാതിൽ അടുക്കാറായി, അവിടേക്ക് പോകാം എന്ന് പറഞ്ഞു. അവസാനം യുധിഷ്ഠിരൻ ഒപ്പമുള്ള നായയെ ഒന്ന് നോക്കി പറഞ്ഞു, ഇന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. നായയെക്കൂടി സ്വർണ്ണരഥത്തിൽ കയറ്റുകയാണെങ്കിൽ ഞാനൊപ്പം വരാം എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. ഇന്ദ്രൻ്റെ മറുപടി, എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? സ്വർഗവാതിൽ കടന്നു പോകാൻ പറ്റിയ ഒരു മൃഗമാണോ നിന്നോടൊപ്പമുള്ളത്? ഇത്തരം മൃഗങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമോ? എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം നഷ്ടപ്പെടുത്തരുത്. ദയവായി സ്വർണ്ണരഥത്തിലേക്ക് കയറൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഉടൻ യുധിഷ്ഠിരൻ പറയുന്നൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എല്ലാ കഷ്ടപ്പാടുകളും തരണം ചെയ്ത് എന്നോടൊപ്പമുള്ള മറ്റുള്ളവർക്ക് പോലും കഴിയാതെ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഈ ഭക്തനെ വിട്ടിട്ട് ഞാൻ വരികയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും ഉയർച്ചയുടെ ഘട്ടങ്ങളിലായാലും ഭക്തനെ ഉപേക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ബ്രാഹ്മണനെ കൊള്ളയടിക്കുന്നതും നിസ്സഹായരായിരിക്കുന്ന ജനങ്ങളെ യുദ്ധത്തിലേർപ്പെടുന്നതും ഒന്നും സ്ത്രീകളെ കൊല്ലുന്നതും ഉൾപ്പെടെയുള്ള ദോഷങ്ങൾ ആ ദോഷം പോലെ തന്നെ ഞാൻ കണക്കാക്കുന്നു. ഒരിക്കലും എൻ്റെ ഭക്തനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒപ്പം കൂട്ടും. അതല്ല ഇവനോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് എന്നെ കയറ്റുകയില്ല എങ്കിൽ ആ സ്വർഗം ഞാൻ വേണ്ടെന്ന് വയ്ക്കും എന്ന മറുപടി ദൃഢനിശ്ചയത്തോടുകൂടി ഇന്ദ്രനോട് പറയുന്നു. ആ പറഞ്ഞ നിമിഷം നായയുടെ രൂപം മാറുന്നു, ധർമ്മദേവനായി നായ മാറുന്നു. ഉടൻ തന്നെ ധർമ്മദേവൻ പറയുന്നു, യുധിഷ്ഠിര, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിൽ പലതവണ ഞാൻ നിന്നെ പരീക്ഷിച്ചു. നീ ധർമ്മിഷ്ഠനാണ്, അതെനിക്കിന്ന് ബോധ്യമായി. അതുകൊണ്ട് പോരൂ, നമുക്ക് സ്വർഗവാതിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ധർമ്മനും ഇന്ദ്രനും യുധിഷ്ഠിരനും കൂടി സ്വർണ്ണരഥത്തിൽ സ്വർഗവാതിലേക്ക് പോവുകയാണ്. നാരദൻ പറയുന്നു, സ്വർഗവാതിൽ കടക്കുന്നതിന് മുമ്പ് നാരദൻ പറയുന്നു, ഒട്ടേറെ പേർ ഈ സ്വർഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ സ്വശരീരത്തോടുകൂടി ഈ സ്വർഗത്തിലേക്ക് കടക്കുന്നത് യുധിഷ്ഠിരൻ മാത്രമായിരിക്കും. അതിനുള്ള പ്രശസ്തിയും യശസ്സും യുധിഷ്ഠിരന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് നാരദൻ പറയുകയാണ്. അങ്ങനെ ഇവർ മൂവരും കൂടി
അവിടെ ചെന്നെത്തുന്നു. എത്തുന്ന അവസരത്തിൽ തന്നെ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്, ദ്രൗപദി മുതൽ എൻ്റെ പിന്നാലെയുള്ള മുഴുവൻ പേരെയും അവരെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇന്ദ്രൻ പറയുന്നു, അതൊക്കെ മായയായിരുന്നു, അവരെല്ലാം അവരുടെ പാപങ്ങളെല്ലാം കളഞ്ഞ് സ്വർഗത്തിൽ തന്നെ ഉണ്ട്, ശാന്തനായിരിക്കൂ എന്ന് പറയുകയാണ്. ഇന്ദ്രൻ സ്വർഗത്തിലെത്തിയെങ്കിലും ഒരു നിമിഷം സ്വർണ്ണ രഥത്തിൽ നിന്നും ഇറങ്ങി അവിടെ ഒരു രാജകൊട്ടാരത്തിൽ ഉള്ളതുപോലെ വലിയൊരു സ്വർണ്ണ പീഠമുണ്ട്. ആ പീഠത്തിലേക്ക് നോക്കിയപ്പോൾ ദുര്യോധനനാണ് അവിടെ ഇരിക്കുന്നത്. ചോദിച്ചു, എന്തേ? ധർമ്മം പുലർത്തുന്നതിന് വേണ്ടി എന്നോടൊപ്പം നിന്ന ഭീമനും അർജുനനും നകുലനും സഹദേവനും ദ്രൗപദിയും ഉൾപ്പെടെയുള്ളവർ വഴിയിൽ കുഴഞ്ഞു വീണ് നമ്മളോടൊപ്പം ഇല്ലാതെയായി. എക്കാലത്തും എൻ്റെ ശത്രുവായിരുന്ന ദുര്യോധനൻ എങ്ങനെ ഇവിടെ? എനിക്കിത് സഹിക്കാൻ കഴിയില്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇങ്ങനെയാണെങ്കിൽ സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഇന്ദ്രൻ പറഞ്ഞു, ക്ഷോഭിക്കാതിരിക്കൂ, സ്വർഗത്തിലെത്തിയാൽ തന്നെ എല്ലാ വൈരാഗ്യങ്ങളും മറക്കണം. ദുര്യോധനൻ അവൻ്റെ ധർമ്മം നിർവഹിച്ച്, ക്ഷത്രിയൻ എന്ന നിലയിൽ അവൻ്റെ ധർമ്മം നിർവഹിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്, അതിന് ക്ഷോഭിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വീണ്ടും യുധിഷ്ഠിരൻ ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ സഹോദരങ്ങൾ എവിടെ? ശരി, സഹോദരങ്ങളെ കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് രൂക്ഷമായ ഗന്ധവും അഗ്നിയും വമിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടി, ഇവിടെയാണ് നിങ്ങളുടെ സഹോദരങ്ങൾ ഉള്ളത്, നരകത്തിന് തുല്യമായ സ്ഥലത്താണ് നിങ്ങളുടെ സഹോദരങ്ങൾ ഉള്ളത്. ഒരു നിമിഷം യുധിഷ്ഠിരൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അവിടേക്ക് പോയാൽ മതി, നിങ്ങളുടെ സ്വർഗം എനിക്ക് ആവശ്യമില്ല. എന്നോടൊപ്പം ധർമ്മം പുലർത്തുവാൻ വേണ്ടി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ സഹോദരങ്ങളോടൊപ്പം തന്നെ എനിക്കും കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നു. അവസാനം ഇന്ദ്രൻ പറയുന്നു, ഇത് വെറുമൊരു മായയായിരുന്നു, സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അശ്വത്ഥാത്മ മരിച്ചു എന്ന് ദ്രോണറെ ചതിച്ച ഒരു കഥയുണ്ടല്ലോ, ആ ചതിയുടെ ഫലമായിട്ടാണ് കുറച്ചു നേരത്തേക്കെങ്കിലും നഗരം നിങ്ങളെ ചൂണ്ടിക്കാട്ടിക്കേണ്ടി വന്നത്, കാണിച്ചു തരേണ്ടി വന്നത് എന്ന് പറഞ്ഞു. അവസാനം ഗംഗാനദിയിലേക്ക് പലായനം ചെയ്യുന്നതിനും ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ച് ദേഹം പിടിയുന്നതിനുമുള്ള ഒരവസ്ഥയിലേക്ക് യുധിഷ്ഠിരനെ നയിക്കുകയും അവിടെ ദേവാദിദേവതകളെല്ലാം സന്തുഷ്ടയോടെ കഴിയുന്നു എന്നുള്ള ഒരു കഥയോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളിലും ഏത് പ്രതിസന്ധികളിലും കരുത്തുള്ളവന് മാത്രമേ, മനോബലമുള്ളവന് മാത്രമേ ധർമ്മം രക്ഷിക്കാനാവൂ. ഈ സഞ്ചാരപഥങ്ങളിലെല്ലാം തന്നെ ഒരു നിമിഷം പോലും യുധിഷ്ഠിരന് മനോബലം കൈവിട്ടില്ല. ആ മനോബലത്തോടു കൂടിയുള്ള യാത്രയിലാണ് യുധിഷ്ഠിരന് മോക്ഷമാർഗത്തിലേക്കുള്ള വഴി തുറന്നത്, സ്വർഗവാതിൽ കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിക്കുന്നതിനും പ്രഭാഷണം എന്ന രീതിയിൽ നിങ്ങളോട് കുറച്ച് അറിവുകൾ പങ്കെടുക്കുന്നതിനുമുള്ള ഒരവസരം തന്ന മള്ളിയൂരിലെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും ഭക്തജനങ്ങളോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.